ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്യാമറ സോണി ഈ അടുത്തിടയ്ക്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ലോഞ്ചായ സോണിയുടെ A9 III ക്യാമറയാണ്. എല്ലാവർക്കും നമസ്കാരം. ടോക്ക് വിത്ത് ക്യാം ക്രൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്യാമറ വെച്ചിട്ട് നമ്മളൊരു ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഒരു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും ക്യാമറയിൽ പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. A9 കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, A9 വന്നിരിക്കുന്നത് ഗ്ലോബൽ ഷട്ടർ സെൻസറാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സോണിയുടെ ക്യാമറകളിൽ വന്നിട്ടുള്ള റോളിംഗ് ഷട്ടറിന് പകരം സോണി ആദ്യമായിട്ട് ഗ്ലോബൽ ഷട്ടർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ഷട്ടർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയിൽ, ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയുടെ മേളിൽ നിന്ന് താഴേക്കാണ് നമ്മുടെ ഇമേജ് സെൻസർ ആ ഇമേജിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ടൈമുണ്ട്, മേളിൽ നിന്ന് താഴത്തേക്ക് ഈ ഷട്ടർ വരുന്ന ഒരു ടൈം, ആ രീതിക്കാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ മുകളിലുള്ള പിക്സലിനെ ക്യാപ്ചർ ചെയ്യുന്ന സമയവും താഴെയുള്ള പിക്സലിനെ ക്യാപ്ചർ ചെയ്യുന്ന സമയവും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഗ്ലോബൽ ഷട്ടറിലേക്ക് വരുമ്പോഴത്തേനും ഈ ഇമേജ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മുകളിൽ നിന്ന് താഴെ വരെയുള്ള എല്ലാ പിക്സലുകളെയും ഇപ്പോൾ ഒരു ലൈറ്റ് തെളിയുന്ന പോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് ക്യാപ്ചർ ചെയ്തെടുക്കും. ടോട്ടൽ ഇമേജും ഒറ്റ ക്ലിക്കിൽ ആ ഒരു പിക്സൽ ഫുള്ള് ക്യാപ്ചർ ആവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫി നോക്കിയാൽ ബേഡ്സിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വീശുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ മേളിൽ വരുന്ന ചിറകും താഴത്ത് വരുന്ന ആ ഒരു ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഫാനിൻ്റെ ലീഫ് ഇറങ്ങുമ്പോഴൊക്കെ അതിങ്ങനെ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പം അതിന് ഷേപ്പിനൊരു വ്യത്യാസം വരും. താഴത്തേക്ക് വരുമ്പം ചെറിയൊരു ഡിസ്റ്റോർഷനൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാവുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്ന ഒരു ഷട്ടർ ഓപ്ഷനായിട്ടാണ് ഗ്ലോബൽ ഷട്ടർ വന്നിരിക്കുന്നത്. സോണിയിൽ വന്നിരിക്കുന്നത് സോണിയുടെ 24.6 മെഗാ ഇമേജ് സെൻസറാണ്. അതുപോലെ തന്നെ ബയോൺസ് XR പ്രോസസ്സറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇമേജുകളും വീഡിയോയും ഫോട്ടോ എല്ലാം ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് സോണി പറയുന്നത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിങ് സ്പീഡാണ് ഈ ക്യാമറയ്ക്ക് എന്നാണ്. ഏകദേശം 8 മടങ്ങ് ഫാസ്റ്റർ എന്നാണ് അവർ പറയുന്നത് പഴയ ക്യാമറകളെയൊക്കെ വെച്ചിട്ട്. 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഈ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഫുൾ ബ്ലാക്ക് ഔട്ട് ഫ്രീ ആയിട്ടാണ്. അതായത് നമ്മുടെ വ്യൂ ഫൈൻഡറിനുള്ളിൽ ഒരു തടസ്സവും വരാതെ കണ്ടിന്യൂസ് നമുക്ക് ആ ഇമേജിനെ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ടോ ഒരു ബ്ലാക്ക് സ്ക്രീനോ ഒന്നും തന്നെ അതിനിടയ്ക്ക് വരുന്നില്ല. അതും സോണി പറയുന്ന പുതിയൊരു ഫീച്ചറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്നോവേഷൻ സോണി കൊണ്ടുവന്നിരിക്കുന്നത് പ്രീ ക്യാപ്ചർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം, നമ്മളിപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 1 സെക്കൻഡ് വരെ പുറകോട്ട് ക്യാമറേനെ ഓപ്ഷനിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഫോട്ടോ എടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ അതിന് 1 സെക്കൻഡ് പുറകിൽ വരെ ഉള്ള ഫോട്ടോസ് ക്യാമറ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ മറ്റൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏത് ഷട്ടർ സ്പീഡിലും ഫ്ലാഷ് സിങ്ക് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടിയ ഷട്ടർ സ്പീഡിലോ ഒരു ഫാസ്റ്റ് മൂവിങ് സബ്ജക്റ്റിനെയോ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവർക്കോ നമുക്ക് ഫ്ലാഷ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ. അത് ഈ ഗ്ലോബൽ ഷട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലാഷിനെ ഹൈ സിങ്കറൈസേഷൻ സ്പീഡിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള ഓപ്ഷൻ. A9 ഓട്ടോ ഫോക്കസിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുവന്നിരുന്ന A1 കണ്ടുവന്നിരുന്ന ഒരു 759 പോയിൻ്റ് ഓട്ടോ ഫോക്കസിങ് പോയിന്റുകളോട് കൂടിയ ഒരു ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഏകദേശം സ്ക്രീനിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു 96% ഫോക്കസിങ് ആക്യുറസി തരുന്നുണ്ട്. അതുകൂടാതെ A9 അഡ്വാൻസ്ഡ് ആയിട്ട് സോണി അവകാശപ്പെടുന്നത് ഒരു AI പ്രോസസ്സിംഗ് സിസ്റ്റം ഓട്ടോ ഫോക്കസിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. A9 ഓട്ടോ ഫോക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സോണി ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് AI പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെ ഓട്ടോ ഫോക്കസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ AI പ്രോസസ്സിംഗ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സബ്ജക്ട് ട്രാക്കിംഗ് എല്ലാം ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് തരുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബോഡി അനലൈസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്താണ് ഇതിൻ്റെ ഫോക്കസിങ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ ലോ ലൈറ്റ് സിറ്റുവേഷനിലെല്ലാം മികച്ച റിസൾട്ട് തന്നെയാണ് സോണി A9 തരുന്നത്. ഈ ഡെഡിക്കേറ്റഡ് AI പ്രോസസ്സിംഗ് വരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഒരു ഹ്യൂമൻ സബ്ജക്റ്റുകളെ, അതായത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, വെഡ്ഡിങ്, വൈൽഡ് ലൈഫ്, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ സോണി ഇതിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ, അനിമൽ, ബേഡ്, പ്രയോറിറ്റി ടു അനിമൽ അങ്ങനെ പറഞ്ഞ് കാറ്, ട്രെയിൻ, ഈവൻ നിങ്ങളൊരു ഫ്ലൈറ്റൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ
എയ്റോപ്ലെയിൻ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ ഫോക്കസിങ് AI പ്രോസസ്സിങ് യൂണിറ്റാണ് സോണി ഇതിനകത്ത് തന്നിരിക്കുന്നത്. നമ്മൾ A1-ലൊക്കെ കണ്ടിരുന്ന പോലെ 759 ഫോക്കസിങ് പോയിൻ്റ് നമ്മുടെ സ്ക്രീനിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുന്ന മികച്ച AF ട്രാക്കിംഗ് ഉണ്ട്. ഏകദേശം 96% വ്യൂ ഫൈൻഡർ കവർ ചെയ്യുന്ന ഓട്ടോ ഫോക്കസിംഗ് ആണ് A9 III വരുന്നത്. ഒരു ബേസ് ISO റേഞ്ച് എന്ന് പറയുന്നത് 250 മുതൽ 25,600 വരെയാണ് A9 III വന്നിരിക്കുന്നത്. 250 ISO എന്നുള്ളത് ഇപ്പോൾ കുറയ്ക്കാൻ പറ്റാത്തൊരു ഓപ്ഷൻ. അത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 100 വരെ നമുക്ക് ചിലപ്പോൾ കുറച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഡേ ലൈറ്റിലൊക്കെ പോയിട്ട് ഒരു സ്ലോ ഷട്ടറൊക്കെ എടുക്കേണ്ട വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ND ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. A9 IIIയുടെ ISO പിന്നീട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ലോഗിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് S-Log 3-ലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് വരുന്ന ISO 2000 ആണ്. നേരത്തെ നമ്മൾ A1-ലൊക്കെ അതൊരു 800-ലാണ് വന്നിരുന്നത്. ബേസ് ISO S-Log 3-ൽ ഷൂട്ട് ചെയ്യുമ്പോൾ 800 ആയിരുന്നു. ഇപ്പോൾ അത് വരുന്നത് A9 III 2000 ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഗ്ലോബൽ ഷട്ടറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് എനിക്ക് ചില സമയങ്ങളിൽ നമ്മൾ ND ഫിൽറ്റർ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടേണ്ടി വരും. നമ്മുടെ വീഡിയോയുടെ മോഷൻ കാര്യങ്ങൾക്കെല്ലാം അത് ബാധിക്കുന്നുണ്ട്. സോ എന്താണെന്ന് അറിയില്ല, എങ്കിൽ പോലും നമ്മൾ പ്രൊഫഷണലി ലോഗിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും ND ഫിൽറ്ററൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതത്ര കാര്യമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. A9 III പുതിയതായിട്ട് വന്ന മറ്റൊരു സവിശേഷത, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനാണ്. നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല സ്റ്റെബിലൈസേഷൻ റിസൾട്ട് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സോണി ഉപയോഗിച്ചിരിക്കുന്നത് 5 ആക്സിസ് ഒപ്റ്റിക്കൽ ഇൻബോഡി സ്റ്റെബിലൈസേഷനാണ്. അതൊരു 8 സ്റ്റെപ്പ് വരെ അഡ്വാൻറ്റേജ് ഈ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ A9 III പുതിയതായിട്ട് സോണി തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡൈനാമിക് ആക്റ്റീവ് മോഡ് എന്നുള്ളത്. നമ്മൾ A1-ലെല്ലാം കാണുന്ന അല്ലെങ്കിൽ M4-ലെല്ലാം കാണുന്ന സ്റ്റെബിലൈസേഷനേക്കാളും ഒരു 30% റിസൾട്ട് കൂടുതൽ തരുന്ന ഒരു സ്റ്റെബിലൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നമ്മളിങ്ങനെ ഹാൻഡ് ഹെൽഡായിട്ട് ഡൈനാമിക് ആക്റ്റീവ് മോഡിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ ജിമ്പിൽ ചെയ്താൽ കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണോ അതിന് ഏകദേശം അടുത്ത് വരുന്ന റിസൾട്ടിൽ തന്നെ ഇതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ലൈറ്റ് സാഹചര്യങ്ങൾ എപ്പോഴും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സോണി ഇതിനകത്ത് ഈ ഗ്ലോബൽ ഷട്ടർ കൊണ്ട് തന്നെ നമുക്ക് ഫ്ലിക്കർ ഫ്രീ ഷൂട്ടിംഗ് എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. അതായത് ഭയങ്കര വേരിയേഷൻസ് ഉള്ള ലൈറ്റ് സാഹചര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന LED ലൈറ്റുകൾ അല്ലെങ്കിൽ ഒരു LCD ബോർഡുകളൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഈ ലൈറ്റിന് ഒരു വേരിയേഷൻസ് ഉണ്ടായിരിക്കും, ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡാർക്ക് ഏരിയ, വൈറ്റ് ഏരിയ എക്സ്പോസ് ആവുന്ന സമയങ്ങളിലൊക്കെ ഒരു ലൈൻ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ഗ്ലോബൽ ഷട്ടർ കൊണ്ട് A9 III നമുക്ക് ഫ്ലിക്കർ ഫ്രീ ഷൂട്ടിംഗ് എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. അത് ഞാൻ റിസൾട്ട് എടുത്തു നോക്കിയതിലെല്ലാം തന്നെ മികച്ച രീതിയിൽ ഉള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ A9 III സോണി തരുന്ന മറ്റൊരു ഓപ്ഷനാണ് കോമ്പോസിറ്റ് റോ ഷൂട്ടിംഗ് എന്നുള്ളത്. അതായത് നോയിസ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ, വളരെ ലോ ലൈറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ കോമ്പോസിറ്റ് റോ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ റോ ഫോട്ടോസിനെ ഒരുമിച്ച് എടുത്തുകൊണ്ട് സോണിയുടെ ഡെസ്ക്ടോപ്പ് ആപ്പായ ഇമേജിനേജ് പോലുള്ള പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വളരെ നോയ്സ് കുറവുള്ള ഇമേജസിനെ ഈ കോമ്പോസിറ്റ് റോ വഴി നമുക്ക് കിട്ടും. വീഡിയോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ A9 III 4K 120p ആണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. വിത്തൗട്ട് ക്രോപ്പിൽ തരുന്നത് എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ S-Log 10-bit 422-ൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പിക്ചർ പ്രൊഫൈലിൽ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ലെറ്റുകൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പിക്ചർ പ്രൊഫൈൽ സെറ്റിങ്സിൽ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലെറ്റിൻ്റെ കളറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സോണി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഏത് ഒരു ഔട്ട്പുട്ടിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ എടുക്കുന്ന ആൾക്ക് നേരത്തെ ഉണ്ടെങ്കിൽ അതേ സെറ്റിങ്സിൽ ലെറ്റ് ഇമ്പോർട്ട് ചെയ്ത് അതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. A9 IIIയുടെ പിക്ചർ പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ S-Logൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസ് ISO എന്നുള്ളത് 2000 ആണ്. അത് നേരത്തെ ക്യാമറകളിലെല്ലാം 2000-ന് പകരം 800 ആയിരുന്നു. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ ND ഫിൽറ്റർ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. എങ്കിൽ പോലും 4K 120 എല്ലാം ക്രോപ്പില്ലാതെ കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറ തന്നെയാണ് A9 III എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ സോണി A9 IIIയുടെ ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാമറയിലേക്ക് സോണി ഈ A9 IIIയുടെ ഡിസൈനെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ റൈറ്റ് ഹാൻഡ് പിടിക്കുന്ന സൈഡിലെ ഗ്രിപ്പ് അല്പം സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. നല്ല സ്പേസ് എല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെയുള്ള ക്യാമറകളെ വെച്ച് നോക്കുമ്പോൾ
ഈ ലെൻസെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. നമ്മുടെ കൈകളെല്ലാം പ്ലേസ് ചെയ്യാനും അതെല്ലാം കുറച്ച് സ്പേസ് ആയിട്ടുള്ളൊരു പുതിയ ഗ്രിപ്പ് ഈ സൈഡിൽ കൊണ്ടുവന്നു. പിന്നെ ഇതിൻ്റെ ഈ കസ്റ്റം ബട്ടണുകളെല്ലാം തന്നെ അല്പം ഹൈറ്റിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ റീച്ച് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. അനേൻഡ്രയുടെ LCD സ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3.2 ടൈപ്പിൽ 4 ആക്സിസ് മൾട്ടി ആംഗിൾ ഉള്ള LCD സ്ക്രീനാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. കാരണം നമുക്കിത് ഇത്തരം ഒരു LCD സ്ക്രീൻ സോണിയുടെ ഹൈ എൻഡ് ക്യാമറകളിലൊക്കെ വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു LCD സ്ക്രീൻ അവസാനം സോണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ക്വാളിറ്റി എന്ന് പറയുന്നത് 2.1 മില്യൺ ഡോട്ടാണ് സോണി പറയുന്നത്. നമ്മൾ A1-ലൊക്കെ കണ്ടിരുന്ന അതേ ഒരു കളർ ക്വാളിറ്റി ഈ A9 LCD സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. A9 വ്യൂ ഫൈൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9.44 മില്യൺ ഡോട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള OLED വ്യൂ ഫൈൻഡറാണ് സോണി A9 കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെടുക്കുന്ന ഫോട്ടോസിൻ്റെ റിവ്യൂ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വ്യൂ ഫൈൻഡറാണ് സോണി A9 നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. A9 കാർഡ് സ്ലോട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ CF എക്സ്പ്രസിൻ്റെ ടൈപ്പ് A കാർഡുകൾ 2 ഇടാവുന്ന സ്ലോട്ടുണ്ട്. അതുപോലെ തന്നെ SD കാർഡും 2 ഇടാവുന്ന സ്ലോട്ട് സോണി A9 ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് A9 സവിശേഷതകളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് സോണി A9 ഗ്ലോബൽ ഷട്ടർ തന്നിട്ടുണ്ട്. അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ പ്രീ ക്യാപ്ചറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡ്, ഫോട്ടോസിനെ ഒരിക്കലും മിസ്സാവാത്ത രീതിയിൽ പ്രീ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്, അതും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഫോട്ടോഗ്രാഫർമാർക്ക് തരാൻ പോകുന്നത്. പിന്നീട് ഒരു 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഒരു കില്ലിംഗ് ഫാസ്റ്റസ്റ്റ് ക്യാമറ എന്ന് പറയുന്ന സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന 120 ഫ്രെയിം പെർ സെക്കൻഡ് സ്പീഡ് സോണി തരുന്നുണ്ട്. അത് അൺകംപ്രസ്ഡ് ആയിട്ട് റോ ഫോർമാറ്റിൽ തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സോണി തരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫ്ലാഷ് ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഏത് ഹൈ ഷട്ടർ സ്പീഡിൽ പോലും ഫ്ലാഷ് സിങ്കർണൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സോണി തരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഓട്ടോ ഫോക്കസിനെ സോണി അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമുക്ക് നല്ല രീതിക്ക് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ വീഡിയോ 4K 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു. സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ പോലും ആക്റ്റീവ് ഡൈനാമിക് സ്റ്റെബിലൈസേഷൻ വന്നതോടുകൂടി ഹാൻഡ് ഹെൽഡായിട്ട് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും സോണി A9 തന്നിട്ടുണ്ട്. ഇത്തരം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സോണി A9. ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.